ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു റിലേറ്റീവിന്റെ ഒക്കെ ഒരു ഇൻവിറ്റേഷൻ കേട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരെയും നമ്മുടെ ടെസ്റ്റിന്റെ ഒഫീഷ്യൽ മലയാളം പ്രസന്റേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എനിവേ, ഈ പ്രസന്റേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപക്ഷെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു PDF പ്രസന്റേഷൻ പറയും എന്നാവാം. പക്ഷേ മോർ ദാൻ ദാറ്റ്, ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു പ്രോജക്റ്റ് കേട്ടാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണോ ഞാൻ പറയുക. കാരണം ഒരു കമ്പനി ആയിരിക്കും നമ്മൾ എപ്പോഴും പലപ്പോഴായിട്ടും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു 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 കുറേ കമ്പനികൾ ആം, ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പ്രോജക്റ്റായി മാറിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ലൈവായിട്ട് കേൾക്കാൻ വേണ്ടി പോകുന്നത്. സോ, ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ, ഓൾ ലീഡേഴ്സ്, ഓൾ ഫ്രണ്ട്സ്, എല്ലാവരും ഞാൻ നമ്മുടെ പ്രോജക്റ്റ് എക്സ്പേഴ്സിന്റെ മലയാളം പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. നമ്മളറിയാം, നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ടെസ്വേഴ്സ്.com എന്നുള്ളതാണ്. നമുക്കും ഈ പ്രോഗ്രാമിന് ശേഷം നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇത് എന്താണെന്നുള്ളതൊക്കെ ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഡൊമൈൻ്റെ പേര് ടെസ്വേഴ്സ്.com, TZVERSE.com. ഇത് ഓപ്പൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് കുറേ പ്രോജക്റ്റുകളുടെ ഒരു പേജാണ്. ആ പ്രോജക്റ്റുകളിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പ്രോജക്റ്റ് ഈ ഡെക്സ് ആപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെ പരിചിതമായ ഒരു സൈറ്റ് വരും. ആ സൈറ്റിലൂടെയാണ് കഴിഞ്ഞ ഏകദേശം 11ാമത്തെ മാസത്തിലേക്ക്, ഒരു വർഷത്തിലേക്ക് എടുക്കുന്ന നമ്മുടെ പ്രോജക്റ്റിലൂടെ 20 കോടിയോളം രൂപ നമ്മൾക്ക് എല്ലാവർക്കും വരുമാനമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ലൈവ് മീറ്ററിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സാധ്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളിത് കറക്റ്റ് ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. 1 രൂപയിൽ നിന്നും തുടങ്ങി ഓരോ രൂപയിലൂടെ ട്രാവൽ ചെയ്ത് അതിന്റെ USD നമുക്ക് കൗണ്ട് കാണാം. ഏകദേശം 21 ലക്ഷം USD നമുക്ക് എല്ലാവർക്കും ഇൻകമായി ലഭിച്ചു കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും മറ്റൊരു കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇത് അവരുടെ ലാഭമായിട്ടായിരിക്കും. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികൾക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മളിലേക്കും എത്തിച്ചേർന്ന ഇൻകമാണിത് സാധ്യമായിരിക്കുന്നത്, കാണുന്നത്. അത് സാധ്യമായിരിക്കുന്ന 78,690 സക്സസ്ഫുൾ വിഡ്രോവലിലൂടെയാണ്. 1 സെക്കൻഡിന്റെ ഡിലേ ഇല്ലാതെ, ഒരു ദിവസത്തിന്റെ പോലും പ്രോജക്റ്റിന്റെ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞ് ഓഫ് ആവാതെ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിലേക്ക് കിടക്കുന്ന ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 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 വലിയ പ്ലസ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്. അതാണ് നമ്മളുടെ ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത്. ടെക്നിക്കൽ ടീം എപ്പോഴും ഒരു പ്രോജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു പടി കൂടെ കടന്ന് ഈ ടെക്നിക്കൽ ടീം നമ്മുടെ ഇൻഹൗസ് ഫെസിലിറ്റി ആണെന്നുള്ളത് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം മറ്റെല്ലാ പ്രോജക്റ്റുകളിലും ഒരുപക്ഷെ പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റാത്ത കമ്പനികൾ, സോക്കോൾഡ് കമ്പനികൾ, അവർ ചെയ്യിക്കുന്നത് സാധാരണ ഏതെങ്കിലും ഒരു ടീമിനെ, ഒരു കമ്പനീനെ അവർ ഹയർ ചെയ്യും. ഇത് ചെയ്യുന്ന ആൾക്കും അവർക്കും ഇതിനെ ഒത്തിരി ഉണ്ടാവാറുണ്ട്. അതാണ് പലതും നമ്മൾ കണ്ടുവരുന്നത്. അതിന് മാത്രമല്ല, നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഒരു പ്രോജക്റ്റ് മറ്റൊരു കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 20 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ ഇൻഹൗസ് ആയിട്ടൊരു ടെക്നിക്കൽ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 കോടിക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ മാറ്റം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ടെക്നിക്കൽ ടീമിനെ നമുക്ക് സ്മരിക്കാതെ ഈ പ്രോഗ്രാമിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. എനിവേ, ഈ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് മിച്ചമുള്ള നമ്മളുടെ അതർ സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം. കാരണം ഡെക്സാപ്പ് ഈസ് സംതിങ് ലൈക്ക് എ ഡീസെൻട്രലൈസ് സിസ്റ്റം. ഡീസെൻട്രലൈസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനൊരു ഓണർ ഇല്ല, അതൊരു പ്രോഗ്രാമാണ്. ഓൺലൈനിൽ ഇന്റർനെറ്റും ഇലക്ട്രിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതിലൂടെയാണ് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ബേസിക്കലി മിച്ചമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഓരോ പ്രോജക്റ്റുകളും മനസ്സിലാക്കുന്നത് ഇതെല്ലാം സെൻട്രലൈസ്ഡ് ആണ്. അതിന് തീർച്ചയായിട്ടും ദുബായ് ബേസ്ഡ് ആയിട്ട് നമ്മൾ കമ്പനി ഉണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെസ്റ്റ് ചാറ്റ്. ടെസ്റ്റ് ചാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമുക്ക് പരിചിതമായിട്ടുള്ളത് ChatGPT ആവാം, ജെമിനി ആവാം, അല്ലെങ്കിൽ ഗ്രോക്ക് ആവാം. അങ്ങനെ പല പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ഉണ്ട്. എല്ലാം മൾട്ടിനാഷണൽസ് റൺ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളുടെ ഇതുപോലൊരു പ്ലാറ്റ്ഫോമാണ് ടെസ്റ്റ് ചാറ്റ്.ai. ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് എ ബീറ്റ വെർഷൻ റൈറ്റ് നോ. ഇത് മൾട്ടി ലിംഗ്വൽ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, നിങ്ങൾ നിങ്ങളുടെ ഏതറിയുന്ന റീജിയണൽ ലാംഗ്വേജിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇത് നമുക്ക് റിപ്ലൈ കിട്ടും. മറ്റുള്ള എല്ലാ പ്രോജക്റ്റുകളും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിലേക്ക് നമുക്ക് അതിന്റെ പ്രീമിയം ഫീച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാശ് മുടക്കണം. കാശ് മുടക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രീമിയം ഫീച്ചർ അവൈലബിൾ ആവും.
പക്ഷേ ഇവിടെ നമ്മൾ ഇതിന് ശേഷം നമ്മുടെ ഫുൾ വെർഷനിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ദിവസം 100 പ്രോംപ്റ്റിന് മുകളിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ് എന്ന് പറയുന്ന കോയിൻ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു AI ബേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഇന്റലിജൻസ് എപ്പോഴും കൂടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻസ് കൂടുമ്പോഴാണ്. നമ്മൾ കൂടുതൽ കൂടുതൽ ഇന്ററാക്ഷൻസ് ഇതുമായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഇന്റലിജൻസും ഇതിന്റെ പെർഫോമൻസും കൂടി കൂടി വരും. സോ അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ലോകത്തിൽ ആദ്യമേ ബ്ലോക്ക് ചെയിൻ ബേസിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു AI പ്ലാറ്റ്ഫോമാണ് testchat.ai. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും ഇതിനോട് ചോദിക്കാം. വളരെ വലിയൊരു ലീപ്പാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. നാളെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനികൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ടൈപ്പിന് ശ്രമിക്കാം ഇതിന്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഷെയർ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ testchat.ai, അതിന് ശേഷം നമുക്ക് താഴോട്ട് കാണാൻ വേണ്ടി സാധിക്കുന്ന ടെസ്റ്റ് ജാക്ക്പോട്ട് ആണ്. ടെസ്റ്റ് ജാക്ക്പോട്ട് നമുക്കറിയാം ലൈവാണ്. മെറ്റാമാസ്കോ, ടോക്കൺ പോക്കറ്റോ, ട്രസ്റ്റ് വാലറ്റോ പോലുള്ള ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വഴി മാത്രമേ നമ്മളുടെ പ്രോജക്റ്റുകൾക്ക് അത് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ ഐ ഡി, യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ വെച്ച് റൺ ചെയ്യുന്ന സിസ്റ്റംസിന്റെ കാലഘട്ടമാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ജെന്യുവനായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു വർഷത്തിലേക്ക് നമ്മൾ അടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ജാക്ക്പോട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ റൺ ചെയ്യുന്നത് നല്ലൊരു രീതിയിൽ നമുക്ക് റൺ ചെയ്യുന്നത് അറിയാം. അതുപോലെ ഇന്റർനാഷണലി നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുന്ന ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയി ഒരു ബയസും ഇല്ലാതെ, എന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷനും ഇല്ലാതെ നമുക്ക് ഇത് റൺ ചെയ്യാൻ സാധിക്കും. USDT-യിലാണ്. നമുക്കറിയാം ഇത് ഇന്ന് ഒരു ഒരു വണ്ടർഫുൾ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമുക്കറിയാം ഇതിന്റെ ഫൈനൽ ഡേറ്റ് ഇന്നാണ്. എല്ലാവരും കൂടുതൽ ആൾക്കാർ, ഏകദേശം 10,700-800 ആൾക്കാരിലുള്ള ഇതിന്റെ പാർട്ടിസിപ്പേഷൻ ഉയർന്നു പോയത് കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരാനിരിക്കുന്നു. സോ മാർച്ച് 1-ാം തീയതി ആയിരിക്കും നമുക്ക് ഇതിന്റെ നറുക്കെടുപ്പ് വരിക. അന്ന് നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാം. ഏകദേശം 2-2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. വെറും $5 മാത്രമാണ് ഇതിന്റെ ഒരു ടിക്കറ്റ് എൻട്രി എന്ന് പറയുന്നത്. ഇത് ലൈവാണ്. എല്ലാവരും ഇന്ന് തന്നെ ഒരുപക്ഷെ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ 1, 2, 3, 4 ഒക്കെ എടുത്ത് ട്രൈ ചെയ്യുക. കാരണം 500 രൂപ മുടക്കി 2 ലക്ഷം രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ലാഭം തന്നെയാണല്ലോ. സോ ഇത് നമ്മൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ നമുക്കിത് ഷില്ലിങ് നടക്കുന്നുണ്ട്. അവരിലേക്ക് ഇത് എത്തുന്നുണ്ട്. ധാരാളം ആൾക്കാർ, ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നാളെ ഇപ്പൊ നടക്കുന്ന നമ്മുടെ മെഗാ ജാക്ക്പോട്ട് ഒരുപക്ഷെ നാളെ ഡെയിലി നടക്കാം, വീക്ക്ലി നടക്കാം, അവർലി നടക്കാം. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന്റെ ശേഷം നമ്മുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ച കാര്യമായിരുന്നു ടെസ് ICO. ICO എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം, ഇനീഷ്യൽ കോയിൻ ഓഫർ ആണ്. ഇനീഷ്യൽ കോയിൻ ഓഫറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എതേറിയം എന്ന് പറയുന്ന ലോകത്തിലെങ്ങും അറിയപ്പെടുന്ന രണ്ടാമത്തെ കറൻസിയെ കുറിച്ചാണ്. ലോകത്തിലെ 2014 ഒരു ICO അവർ തുടങ്ങിയിരുന്നു. നിങ്ങൾ ഒന്ന് ഹിസ്റ്ററി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആരും അതിനെ വലുതായിട്ട് കണക്കാക്കിയില്ല. പക്ഷെ ചില ആൾക്കാർ, നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഒരുപക്ഷെ ഒരു കറൻസിയെ കുറിച്ച് ആദ്യമൊക്കെ കടന്നു വന്ന് അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതും പഠിച്ചതുമായ ഒരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി അന്നും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 0.16 അങ്ങനെ മറ്റുമാണ് ഡോളറിൽ അവരത് പർച്ചേസ് ചെയ്യുന്നു. 1.5 വർഷത്തിന് ശേഷം അതിന്റെ ICO പീരീഡിന് ശേഷം അവർക്ക് അത് കിട്ടിയത് ഒരു എതേറിയത്തിന്റെ വില ഏകദേശം $1000 പുറത്തായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതുപോലെ ആരും പിന്നെ ശേഷം ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ സോളിഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് സോളിഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇനിയും അത് കാണിക്കാൻ വേണ്ടി ധാരാളം പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിലുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോകത്തിലുള്ള വേൾഡ് ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കറൻസിയും അടുത്ത ഘട്ടത്തിലേക്ക് എത്തുള്ളൂ. ആ ഒരു അടുത്ത ലെവലിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ പ്രോജക്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ICO വളരെ സക്സസ്ഫുൾ ആയി ഏകദേശം വളരെ വലിയ വാലറ്റ് നമ്പേഴ്സിലേക്ക്, വാലറ്റ് ഹോൾഡേഴ്സിലേക്ക് ഇത് കടന്നു പോയിരിക്കും. ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ICO. കറന്റ് ലൈവാണ്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമ്മൾ ലൈവാണ്. ആൻഡ് ഓൾസോ ഏറ്റവും വലിയൊരു ഒരു ഒരു കടന്നുകയറ്റം നമ്മൾ എത്തിയിരിക്കുന്നതാണ് എയ്ത്ര. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവർ കാണുന്നത്. എയ്ത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഒരുപക്ഷെ 10 വർഷം മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ സ്ഥലം മേടിച്ചിരുന്നെങ്കിൽ 10 വർഷം മുമ്പ് എൻ്റെ മുന്നിൽ കിടക്കുന്ന ഈ സ്ഥലം വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് അതിന് ഭയങ്കര വിലയായി എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ ഇതിന്റെ കാലഘട്ടത്തിന്റെ അപ്പുറം ഒരു ഡിജിറ്റൽ എക്കണോമിയിൽ, ഡിജിറ്റൽ വേൾഡിൽ
ഒരു വെർച്വൽ റിയാലിറ്റി വേൾഡിൽ നമുക്ക് സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ സ്ഥലം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലറ്റ് കണക്ട് ചെയ്യാം. വാലറ്റ് കണക്ട് ആക്കിയതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ആ സ്ഥലം നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. നാളെ ഇതിന്റെ വില കൂടാം. നാളെ ഇതിന്റെ വില കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമുക്ക് സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അടുത്തുള്ള സ്ഥലങ്ങൾക്കും വില കൂടും. ഇത് ഞാൻ ഓൾറെഡി ലൈവ് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു ഇതുപോലെ ഒരു സമാനമായ ഒരു പ്രോജക്റ്റ് ഏകദേശം 2-3 വർഷം ഇപ്പോൾ ലൈവാണത്. ഞാൻ ആ പ്രോജക്റ്റിൽ ആക്ച്വലി എത്തേറിയം വെച്ചാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത്. എത്തേറിയം വെച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അതിന്റെ ആദ്യത്തെ വില എന്ന് പറയുന്നത് ഏകദേശം 80,000 രൂപ മാത്രമായിരുന്നു. ഞാൻ ഇന്ന് വേണ്ട നാളത്തേക്ക് ചെയ്യാമെന്ന് ഞാനൊന്ന് കരുതി. ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അതേ പ്രോപ്പർട്ടിയുടെ വില $8 ലക്ഷം ആയത് മാറാൻ സാധിച്ചു. കാണാൻ സാധിച്ചു. എന്താണെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ വാങ്ങിച്ച അതേ പ്രോപ്പർട്ടി എടുത്ത് ജസ്റ്റിൻ ബീബർ സ്ഥലം വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന് വില കൂടിയത്. അപ്പൊ ഞാനത് വാങ്ങിച്ചിരുന്നുണ്ടെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കുക, വിത്തിൻ സെക്കൻഡ് ഓർ തേർഡ് ഡേ നമുക്ക് ആ പ്രോപ്പർട്ടി നമുക്ക് വേറെ വിലയ്ക്ക് 1000 മടങ്ങ് വിലയ്ക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് വിൽക്കാൻ സാധിച്ചേനെ. അന്ന് അത് സാധ്യമായില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മളുടെ ഈത്തര പ്ലാനറ്റ് എക്കണോമി വന്നിട്ടുണ്ട്. എർത്തുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അടുത്ത ഒരു ലെവലാണ് ശരിക്കും പറഞ്ഞാൽ വെർച്വൽ റിയൽ എസ്റ്റേറ്റ്. അതിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരിക്കലും ഒരാൾക്കും ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലുപ്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ആൻഡ് ഓൾസോ നമുക്കറിയാം നമ്മളുടെ ഈ ടെസ് എന്ന് പറയുന്ന കറൻസിക്ക് എപ്പോഴും കൂടുതൽ കൂടുതൽ എന്തുണ്ടാക്കിയെടുക്കണം, യൂട്ടിലിറ്റികൾ ഉണ്ടാക്കിയെടുക്കണം. 5ഓളം ഗെയിമുകൾ ലൈവാണ്. ടെസ്റ്റ് ഷൂട്ടർ എന്ന് പറയുന്ന ഗെയിം ലൈവ്. ടെസ്റ്റ് ഷൂട്ടറിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈവ് ഗെയിം കാണാം. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ ഗെയിം. ഇത് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. ഇത് വർക്ക് ആവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ലൈക്ക് എ മൈനിങ്. നമ്മുടെ കറൻസിയുടെ മൈനിങ് പോലെയാണ് നമ്മുടെ ഗെയിംസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇത് മാത്രമല്ല, ടെസ്റ്റ് ക്രഷ് കാണാം. ടെസ്റ്റ് ക്രഷ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള കാൻഡി ക്രഷ് പോലുള്ളൊരു ഗെയിം. ആ കാൻഡി ക്രഷ് പോലുള്ളൊരു ഗെയിമാണ്. പക്ഷേ ഇതിൽ ആദ്യമായി, ലോകത്തിൽ ആദ്യമായി മറ്റുള്ള കറൻസികളും നമ്മളുടെ കറൻസിയുടെയും സിമ്പിളുകൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്കത് കളിക്കാം. അതിലൂടെ നമുക്ക് ഏർണിങ്സ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം ഗെയിംസ്, ടെസ് ആർച്ചറി ഉണ്ട്, പെപ്പെ കുബേര ഇന്നത്തെ ടെലിഗ്രാം ട്രെൻഡിങ് ആണ്. ടെസ് നമുക്കറിയാം ടോൺ നെറ്റ്വർക്കിൽ നമുക്ക് ഒരു ടെലിഗ്രാമിൽ നമുക്ക് പലരും കേട്ടിട്ടുണ്ടാവും, പണ്ടുണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടൊരു ടാപ്പിംഗ് ഗെയിം ഉണ്ട്. അതുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെപ്പെ കുബേര നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ടെസ്സിന്റെ ജാക്ക് പോട്ട് അങ്ങനെ ഇതൊരു വേറെ ലോകമാണ്. ശരിക്കും ടെസ് ലോഞ്ച് പാഡിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഗേറ്റ് വേ ടു ടെസ്റ്റേഴ്സ്. അപ്പൊ ഇനി വരാൻ പോകുന്ന എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഈ പ്രോജക്റ്റ് ഒക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വളരെ വാലിഡ് ആയ ഒരു എന്താണ് നമ്മളുടെ PDF. ആ PDF-നകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ്, എങ്ങനെയാണ് ഈ 20 കോടിക്ക് മുകളിലുള്ള വരുമാനം നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിച്ചേർന്നത് ആസ് USDT എന്നുള്ളത്. അത് വേൾഡ് വൈഡായി നമ്മൾ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിവേ നമുക്കറിയാം ഏതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റും ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇതൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനകത്തായി എന്താണോ അതിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ PDF. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാവണം. ആ ബ്ലോക്ക് ചെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈനാൻസിന്റെ സ്മാർട്ട് ചെയിൻ ആണ്, BSC ആണ്, Web20 നെറ്റ്വർക്ക് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്കറിയാവുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതെല്ലാം ഒരു കമ്പനിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് അവിടെ ഒരു കമ്പനി ഉണ്ടാവില്ല, അതൊരു പ്രോഗ്രാം ആയിരിക്കും. അത് റെഡിലി അവൈലബിൾ ആണ്. ഇന്ന് ആരും ചോദിക്കാറില്ല എപ്പോഴാണ് നമ്മുടെ വിഡ്രോവൽ കിട്ടുക എന്നുള്ളത്. നമ്മുടെ വിഡ്രോവൽ ഇൻസ്റ്റന്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബേബി ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ പ്രോജക്റ്റ് ടെസ് ഈ ഇന്ത്യയുടെ ബിസിനസ് ഭൂപടത്തിനെ വളരെ സന്തോഷത്തോടെ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിലയൻസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ക്രിപ്റ്റോയിൽ ഒരു പ്രോജക്റ്റിനെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് നിസ്സംശയം പറയാൻ സാധിക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോജക്ട് ടെസ്റ്റിന് മുന്നേയും പ്രോജക്ട് ടെസ്റ്റിന് ശേഷവും എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടെ സംസാരിക്കാനും പ്രൈഡോടുകൂടി സംസാരിക്കാനും സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ടാണ്. ഇനി നമുക്കറിയാണ്ടത് ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇത്ര വരുമാനം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നമുക്കറിയാം 4 തരത്തിലുള്ള വഴികളാണ് നമ്മുടെ മുന്നിൽ. ശരിക്കും പറഞ്ഞാൽ ആസ് എ മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി നമ്മുടെ മുന്നിലുണ്ട്. അത് 4 വഴികളാണ്. നമുക്കറിയാം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഏകദേശം 0.7 മുതൽ 1.2% ഡെയിലി കിട്ടുന്നത്.
തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അല്ലേ. പക്ഷേ ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് വിഡ്രോവൽസ് സാധ്യമാണ്. അത് ട്രേഡിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അന്ന് ഇൻകം ആയിട്ട് വരില്ല. പക്ഷേ യു ക്യാൻ വിഡ്രോ ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ ഓൾസോ. അങ്ങനെ നമുക്കറിയാം ഫോറക്സ് ട്രേഡിങ് നമുക്കറിയാം. നമ്മൾ ദുബായ് ബേസ് ചെയ്ത് വളരെ ശക്തമായി കഴിഞ്ഞ വർഷങ്ങൾ 2-3 വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. സോ അതിന്റെ കൂടെ നമ്മളൊരു AI പ്ലാറ്റ്ഫോം ഇന്റഗ്രേറ്റ് ചെയ്തു. AI പ്ലാറ്റ്ഫോം ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇനി മുതൽ നമുക്ക് നഷ്ടമൊന്നും ഇല്ല, ഫുള്ള് ലാഭം മാത്രമാണ് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഒരു ട്രേഡാണ്, ഓഫ് കോഴ്സ് അതിനകത്ത് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നഷ്ടത്തിനെ കുറയ്ക്കാൻ ശ്രമിക്കാൻ മിനിമലൈസ് ലോസസ് എന്നാണ് പറയുന്നത് അല്ലെ. നഷ്ടത്തിന്റെ സാധ്യതകളെ കുറയ്ക്കാം, നഷ്ടത്തിനെയും കുറയ്ക്കാം. അതിന്റെ റീസൺ എന്താണ്? പ്ലാറ്റ്ഫോം നമ്മൾ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത് പോസിബിൾ ആയത്. ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് ഫ്രീ മാനേജ്മെന്റ് നമുക്കറിയാം. രാത്രിയിലൊക്കെ ഉറക്കം ഒളിച്ചിരുന്ന രാവിലെയും 24 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ മടുക്കും. അത് നമ്മൾ പ്ലാറ്റ്ഫോമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതുകൊണ്ട് മാത്രം പോരാ, നമുക്ക് വ്യക്തതയുണ്ട്. കാരണം നമ്മൾ അതിഭയങ്കരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല രാജ്യങ്ങളിലേക്കും പല കോണ്ടിനെന്റ്സിലേക്കും ഇന്ന് നമ്മളുടെ ബിസിനസ് വളർന്നു കയറിപ്പോയപ്പോഴത്തേക്കും ഇത്രയും വലിയൊരു ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വഴികൾ ഉണ്ടാവണമെന്നുള്ളത് പണ്ടേ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 4 തരത്തിലുള്ള വഴികളാണ് നമ്മൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓഫ് കോഴ്സ് രണ്ടാമത്തെ നമ്മൾ വളരെ പ്രൈഡോടുകൂടി പറയുന്ന, നമ്മൾ ഇപ്പൊ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ICO അവൈലബിൾ ആയിട്ടുള്ള ടെസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഡെവലപ്മെന്റ് ആണ്. അതെങ്ങനെ ചെയ്തിരിക്കുന്നു? ഓൾറെഡി സക്സസ്ഫുൾ ആയ ഒരു കറൻസിനെ എങ്ങനെ സക്സസ്ഫുൾ ആയി മാറ്റി എന്നുള്ളത് നമുക്ക് ഒന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു വഴിയുണ്ട്, ഓൾറെഡി നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു വേ നമ്മുടെ മുന്നിലുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ ബിൽഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിന്റെ അടുത്ത പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സൊസൈറ്റിയുടെ അടുത്ത് പോയി അവരുടെ നിന്ന് കാശ് വാങ്ങി ടെസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ടെസ്സിന്റെ വില കൂട്ടുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഇല്ല, ഒരിക്കലും ഇല്ല. വില ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അതായത് വാല്യൂ ഉള്ളൊരു വസ്തു വാങ്ങൂ എന്ന് നിർബന്ധിപ്പിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇത് അറിഞ്ഞ് വാങ്ങിച്ചോളും. അതിനകത്ത് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മാർക്കറ്റിങ്ങിനകത്ത് ഒരു കാരണവശാലും അങ്ങനൊരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ബട്ട് നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി അതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റികൾ ഉണ്ടാവണം. യൂട്ടിലിറ്റിക്ക് വേണ്ടി നമുക്കറിയാം നമ്മുടെ ഗെയിമുകളുണ്ട്, നമുക്കിപ്പം നമ്മുടെ ജാക്ക് പോട്ട് ഉണ്ട്, എയ്ത്ര എന്ന് പറയുന്ന നമ്മുടെ വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചിന്തിക്കാൻ സാധിക്കത്തില്ല. വെർച്വൽ റിയൽ എസ്റ്റേറ്റ് വരെ സ്വന്തമായിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ക്രിപ്റ്റോയുമായിട്ടും ബ്ലോക്ക് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോട് നമ്മളൊന്ന് പറഞ്ഞു നോക്കണം. അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു വേൾഡിലേക്ക് എത്തിപ്പോവും. അത്ര അത്ര മഹത്തരമാണ് നമ്മുടെ പ്രോജക്റ്റ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്കറിയാം, ഇപ്പോ US ബേസ്ഡ് ആയിട്ടുള്ളതും റൊമാനിയ ബേസ്ഡ് ആയിട്ടുള്ളതും സൗത്ത് ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ളതും പല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതുമായിട്ടുള്ള പല PR ഫേമുകൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ യൂട്ടിലിറ്റി ഉണ്ടെന്നുള്ളത് ലോകം മുഴുവൻ എത്തണം. അങ്ങനെ എത്തിയാണ് ഇന്ന് നമുക്കറിയാം ലോകത്തിൽ ആർക്കും സാധ്യമല്ലാത്ത നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ AMA സെഷനുകൾ നടക്കുന്നുണ്ട്. ടെലിഗ്രാമിന് അതിഭയങ്കരമായ വേൾഡ് വൈഡ് കമ്മ്യൂണിറ്റി, ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയുടെ കടന്നുകയറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളല്ല അവിടെ എന്നുള്ളത് വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇതിനൊരു വ്യക്തതയുള്ള വഴിയുണ്ട്. അതുകൊണ്ടാണ് ഡിഫറൻ്റ് ആയി നമ്മൾ ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നമ്മളിവിടെ കാണുന്നത്. ഡിസ്കോഡിലെ കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് ധാരാളം മെമ്പേഴ്സ് ഉണ്ട്, അവിടെ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇപ്പം 10 പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 രൂപയിലേക്ക് 2 രൂപയിലേക്കും ഒക്കെ കറൻസി കയറും. അപ്പൊ 2 രൂപയിൽ അങ്ങനെ നിൽക്കില്ല. ഒരു രൂപയിലേക്കും 1 രൂപയിലേക്കും ഒക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടെ ഒരു മോണിറ്റൈസേഷൻ ക്രിയേറ്റ് ആകുകയാണ്. അതിലൂടെ നമുക്ക് ഈ പറയുന്ന സാധ്യമാവും, വരുമാനം നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ സാധ്യമാവും. ആൻഡ് ഓൾസോ ഇതൊന്നും പോരാ, നമുക്കറിയാം നമ്മുടെ ഇഷ്ടം പോലെ ഫണ്ട് കിട്ടുകയാണ്. പണ്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് 2 മാസം ഉണ്ടാവുമോ 3 മാസം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് എനിക്കിപ്പോൾ ഒരു ദിവസം 2 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരിപ്പോൾ ഉണ്ട്. അത്ര നമ്മൾ വലുതായിപ്പോയി. അപ്പം ഇതൊക്കെ നമ്മളുടെ വാലറ്റുകളിലാണ്, ശരിയല്ലേ? അപ്പം എല്ലാവർക്കും ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ഇത് എങ്ങനെ രൂപയാക്കി മാറ്റും? എക്സ്ചേഞ്ചിലേക്ക് പോകണം, അപ്പം അതിനകത്ത് ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു വിസ കാർഡ്, മാസ്റ്റർ കാർഡ് പോലെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ടോക്കൺ പോക്കറ്റോ ട്രസ്റ്റ് വാലറ്റോ നമ്മുടെ വാലറ്റുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തുള്ള, ഒന്ന് ആലോചിച്ചൊക്കെ, ആ രാജ്യത്തുള്ള നിങ്ങൾ ഇഷ്ടമുള്ള അടുത്ത് പോയി കാർഡ് സ്വൈപ്പ് ചെയ്യുക. അവിടുത്തെ രൂപയോ ഡോളറോ AED ഒക്കെ ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. മാറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതാത് രാജ്യത്ത് എന്ത് ടാക്സ് ആണ് കൊടുക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി അത് പെയിൻ ആവും. അവിടെയും പേടിക്കേണ്ട ആവശ്യമില്ല.
ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവിടെ ഉപയോഗിക്കുന്ന ടെസ് എന്ന് പറയുന്നത് നമ്മുടെ കറൻസി ആയിരിക്കും. ആ കറൻസി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറൻസിയുടെ ട്രാൻസാക്ഷനും കൂടുന്നു, അങ്ങനെ ഈ കറൻസിയുടെ വില കൂടുന്നു. അങ്ങനെ എല്ലാം പോയിന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കറൻസിയുടെ വില കൂട്ടുക എന്നുള്ളൊരു പോയിന്റിലേക്കാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും. ഒരു പക്ഷേ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ, പഠിച്ചാൽ കൊള്ളാമല്ലോ. ഇനി ഫ്യൂച്ചറിസ്റ്റിക്കായ മേഖലകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് ചെറുപ്പക്കാർക്കും നമുക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ധാരാളം കോഴ്സുകൾ നമ്മൾ അവൈലബിൾ ആക്കും സൂൺ. UK ബേസ്ഡ് ആയിട്ട് രജിസ്റ്റേർഡ് യൂണിവേഴ്സിറ്റി വരെയായിരിക്കും നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതൊരു ഡെമോ കോഴ്സായിട്ട് ആദ്യം കൊടുക്കുക, അതിനുശേഷം നമ്മളത് പെയ്ഡ് കോഴ്സസ് ആയി മാറ്റും. അവിടെ നമുക്ക് ബ്ലോക്ക് ചെയിൻ, പ്രോജക്ട് മാനേജ്മെന്റും Web3 ആർക്കിടെക്ചറും ഒക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ മേഖല, നമ്മൾ ലേണിംഗിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ, അപ്പം ഇനി ഒരു ഒരു വളരെ 5-10 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എന്തിനു ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു പക്ഷേ ഇത് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ കൂടുതലുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഇതിന് പ്ലാൻ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? 100, 250, 500, അങ്ങനെ ഏതിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന വരുമാനം ഒരു ദിവസം 0.7 മുതൽ 1.2 വരെ ആണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ 100 മുടക്കിയെന്നുണ്ടെങ്കിൽ അത് 200 എത്തുന്നത് വരെ ഓട്ടോമാറ്റിക്കലി അവിടെ ട്രേഡിംഗ് നടക്കുകയും നിങ്ങൾക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എനിക്ക് 100 ഉണ്ട്, പക്ഷെ എനിക്ക് ഒത്തിരി വ്യക്തികളെ പരിചയമുണ്ട്. എനിക്ക് അവരിലേക്ക് ഇതൊന്ന് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ 100 വന്നിരിക്കുന്നു, അത് 400 ആക്കാൻ സാധിക്കും. 400 ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയകൾ മാത്രം ഒന്ന് ഫോളോ ചെയ്യണം. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. $100 ഇരുന്നുകൊണ്ട് $1000 ഒരാളെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോഴത്തേക്ക് നമുക്ക് 10% സ്പോട്ടിൽ റെഫറൽ ഇൻകം കിട്ടും. റെഫറൽ ഇൻകം അല്ലെ? അപ്പൊ 1000-ലാണെന്നുണ്ടെങ്കിൽ $100 അപ്പൊ തന്നെ നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ സ്പോട്ടിൽ ഇൻകം ആയി. ഇനി ഇതിന്റെ കൂടെ കണ്ടിന്യൂസ് ഒരു ഇൻകം കൂടെ കിട്ടുവാണെങ്കിൽ സന്തോഷമാവില്ലേ? നിരന്തരമായ ഒരു വരുമാനം അതുകൊണ്ട് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? 1000 വന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ ലെവൽ 1 ആണ്. വ്യക്തതയുള്ള ക്ലിയറായി മനസ്സിലാക്കണം. ഓക്കെ, 1000 അദ്ദേഹത്തിന് 1% കിട്ടണമെന്നുണ്ടെങ്കിൽ, 1% കിട്ടിയെന്ന് സങ്കല്പിക്കുക, കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് അന്നത്തെ വരുമാനം എന്ന് വെച്ചാൽ $10 ആണ്, അല്ലെ? ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നും നമുക്ക് എത്ര? 15%. അദ്ദേഹത്തിന് 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് $1.50 ആ ദിവസം നമുക്ക് വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ടോ? 15%. ക്ലിയർ ആയല്ലോ? അത് നമ്മുടെ ലെവൽ 1 ആണ്. അങ്ങനെ ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാം. രണ്ടാമത്തെ അതൊരു ഡയറക്റ്റ് റെഫറൽ 1, D1 എന്ന് ഉദ്ദേശിക്കുന്നത് ലെവൽ 1ൽ ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു റെഫറൽ ഉണ്ടാവണം. സിമ്പിൾ. അപ്പൊ ഈ 1000 വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രോജക്ട് ഇഷ്ടപ്പെടും, സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് കിട്ടും. അദ്ദേഹം 10,000 ഒരു വ്യക്തിയോടായിരിക്കും പറയുക, അദ്ദേഹം അതിലേക്ക് ബിസിനസ് കടത്തും. സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ലെവൽ 2 ആയി മാറും. ലെവൽ 2ൽ നമുക്ക് വരുമാനം കിട്ടുന്നത് നമുക്ക് 10% ആയിരിക്കും. അപ്പൊ ലെവൽ 2 ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ഡയറക്റ്റ് റെഫറൽ വേണം. വളരെ സിമ്പിൾ ആണ്. ലെവൽ 3 വേണമെന്നുണ്ടെങ്കിലോ ആ 10,000 വന്ന വ്യക്തി 250, 500 എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വന്നോട്ടെ, അങ്ങനെ റെഫർ ചെയ്ത് വരികയാണ്. റെഫർ ചെയ്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് 5% നമ്മുടെ ലെവൽ 3 നമുക്ക് വരുമാനമായിട്ട് കിട്ടും. അതിന് 3 റെഫറലുകൾ വേണം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും 100-200 നമ്മൾ എത്തും. പക്ഷേ 400 എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്. 3 ലെവലുകളിൽ ബിസിനസ് ഉണ്ടാവണം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 5 ക്ലിയർ ആയില്ല, 3 ലെവലിൽ ബിസിനസ് വന്നു. 5 ഡയറക്റ്റ് റെഫറലുകൾ ഉണ്ടാവണം. ഒപ്പം നമ്മൾ എത്രയിലാണോ ബിസിനസ് വന്നിരിക്കുന്നത് അതിന്റെ 10 ഇരട്ടി 2 ഓർഗനൈസേഷനിലും നമുക്ക് ബിസിനസ് ഉണ്ടാവണം. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഞാൻ പറയുകയാണ്. ഇത് എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് ഇത് ഭയങ്കരമായി സസ്റ്റെയിൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് രണ്ട് തരത്തിൽ മാത്രമേ നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐദർ എക്സ്ട്രീം ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള റൈറ്റ് സൈഡ്, ഇങ്ങനെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളൊരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കാം നമ്മളുടെ അടുത്ത സ്പോൺസർ വരിക. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുകയാണ്. പക്ഷേ സോ കോൾഡ് ഈ 2 ലെവൽ പ്ലാനിലുള്ള എപ്പോഴും നമ്മൾ മാച്ചിങ് ഇവിടെ നമുക്കില്ല കേട്ടോ. കാരണം അതൊരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻകം അല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു ഗുണം, ഒന്ന് ലെവൽ ഇൻകത്തിന് അതിഭയങ്കരമായ വരുമാനം കിട്ടും. എത്ര വരെ കിട്ടും? 40 ലെവലിലൂടെ നമുക്ക് വരുമാനം കിട്ടും. 40 ലെവൽസിലൂടെ നമുക്ക് വരുമാനം കിട്ടും. ഡെയിലി $500-600 ഒക്കെ കണ്ടിന്യൂസ് വരുമാനം മേടിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മളിവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ 40 ലെവലിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 12 ഡയറക്റ്റ് റെഫറൽ ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ.
അത് വളരെ സിമ്പിളായി ഇപ്പോൾ ധാരാളം ആൾക്കാർ നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. ഒത്തിരി വരുമാനം ഡെയിലി കണ്ടിന്യൂസ്ലി നല്ല 50,000 60,000 കണ്ടിന്യൂസ്ലി വരുമാനം ഡെയിലി വരുമാനം അടിക്കുന്ന ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ വലിപ്പം എന്ന് പറഞ്ഞാൽ ലെവൽ ഇൻകത്തിൻ്റെതായ ഒരു തരത്തിലുള്ള വലിയൊരു ഇൻകവും അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം ഈ സോ കോൾഡ് 2 ലെവൽ പ്ലാനിൽ കിട്ടുന്ന ഒരു സപ്പോർട്ടും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്കിന് വേണ്ടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. റാങ്കിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ രണ്ട് ഓർഗനൈസേഷനിലും $1000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂബി എന്ന് പറഞ്ഞ റാങ്ക് എത്തും. നമ്മളുടെ മിനിമം ലെവൽ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂബി റാങ്ക് എത്തിയിരിക്കണം. അപ്പം 5000 രണ്ട് ഓർഗനൈസേഷനിലും ടോട്ടലി കൺസോളിഡേറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം നമുക്ക് ഒത്തിരി വരുമാനം വന്നിട്ടുണ്ടാവും. ഇതിന്റെ കൂടെ തന്നെ ഒരു വൺ ടൈം ഇൻകം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇങ്ങനെ പേൾ ആവാം, സഫയർ ആവാം, പ്ലാറ്റിനം ആവാം, ഡയമണ്ട്, ഗോൾഡ്, അങ്ങനെ പല റാങ്കുകളുണ്ട്. ഇത് ഓരോ റാങ്കിനും അതിഭയങ്കര ഒരു ഇൻകം നമുക്ക് കിട്ടും. അത് ലാസ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാം. അത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ ഇതിന്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു ഇൻകമാണ് വലിയ രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാലറി. നമുക്ക് എല്ലാവർക്കും വളരെ നമ്മുടെ മൈൻഡ് സെറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടിന്യൂസ് ആയ ഒരു വരുമാനം. അങ്ങനെ നമ്മളുടെ ഗോൾഡ് റാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾഡ് റാങ്കിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും $1,00,000 രണ്ട് ഓർഗനൈസേഷനിൽ മാച്ച് ചെയ്യുമ്പം നമുക്ക് മാസം $500 സാലറി ആയി കിട്ടും. ഏകദേശം 50,000-ഓളം രൂപ സാലറിയാണേ. അപ്പോഴത്തേക്ക് ഡെയിലി ഏകദേശം 10,000 20,000 ഒക്കെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങും. അതിന്റെ കൂടാണിത്. ഓക്കെ, ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോഴത്തേക്കും $2,00,000 രണ്ട് ഓർഗനൈസേഷനിൽ നമ്മൾ മാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് $1,000 നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നു. ഏകദേശം നിയർ അറൗണ്ട് 1,00,000 രൂപ. ഇത് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ധാരാളം ആൾക്കാർ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്നുള്ള ധാരാളം ആൾക്കാരെ നിങ്ങൾക്ക് ഒരുപക്ഷെ നേരിട്ട് പരിചയം ഉണ്ടാവും. ധാരാളം ആൾക്കാർ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ വലിപ്പം. ആൻഡ് ഓൾസോ ഇത് സാധ്യമാവുന്നത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, എല്ലാം പറയുക മാത്രമേ ഉള്ളൂ. എല്ലാവരും ആരും ചെയ്ത് കാണിക്കാറില്ല. പക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സപ്പോർട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടി. ഇതുവരെ നമ്മൾ എവിടം വരെ കവർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളോട് എന്ത് പറഞ്ഞതിനേക്കാൾ കൂടുതലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ പ്രൂവ് ചെയ്തു തരാം. ഒന്ന്, നമ്മുടെ സോഫ്റ്റ് ലോഞ്ച് നടന്നത് ഏപ്രിൽ 5-ാം തീയതിയാണ്, അല്ലെ? വരുന്ന ഏപ്രിൽ 5-ാം തീയതി ആകുമ്പോൾ ഒരു വർഷമാവും. എനിവേ, ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റും വൈറ്റ് പേപ്പറിന്റെ ലോഞ്ച് നടന്നത് ജൂൺ 12-ാം തീയതിയാണ്. ഓക്കെ, ജൂൺ കഴിഞ്ഞു. ജൂലൈയിൽ 2025 നമ്മൾ ക്രിപ്റ്റോ ടാപ്പിംഗ് ഗെയിംസ് എല്ലാം വന്നു. നാലാമത്തെ പോയിന്റ്, ഇന്റർനാഷണൽ കൺവെൻഷൻ തായ്ലൻഡ് വെച്ച് 2025 സെപ്റ്റംബറിൽ നടന്നു. ഇതിനുശേഷം നമ്മളോട് പറഞ്ഞിരുന്നത് ലോഞ്ച് ഓഫ് സെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ വരും എന്നുള്ളതാണ്. അത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മാർച്ച് 2026 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനു മുന്നേ തന്നെ നമുക്ക് സെക്കൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ നടന്നു കൊളംബോയിൽ വെച്ച്. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിനുശേഷം ആരും ഇതുവരെ മനസ്സിൽ പോലും തിങ്ക് ചെയ്യാത്ത വെർച്വൽ റിയൽ എസ്റ്റേറ്റ് നമ്മുടെ കയ്യിലെത്തി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യത്തിനേക്കാൾ കൂടുതലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവാണ്, ഭയങ്കര ട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് മാത്രമാണോ? അല്ലെന്നേ. ഇതിനുശേഷം നോക്കിയേ, 15ഓളം കാർ അച്ചീവേഴ്സ് വെച്ചുകൊണ്ട് ഗ്ലോബൽ ഇന്ത്യ ലോഞ്ച് നമ്മൾ നടത്തി. 25-25ഓളം പുതിയ കാർ അച്ചീവേഴ്സ് ആണ്. അത് 2 മാസം കൊണ്ട് ലോഞ്ച് ചെയ്ത ആൾക്കാരുടെ മാത്രമാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ ഡെക്സ് പ്ലാറ്റ്ഫോം ആണ്. നമ്മളുടെ എല്ലാ ഗെയിമുകളും സിംഗിൾ ആയിട്ട് ഒരൊറ്റ ആപ്ലിക്കേഷൻ വഴി, അതായത് ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ് പോലൊരു ആപ്ലിക്കേഷൻ വഴിയാണ്. അതിന്റെ പേര് ഡെക്സ് ആപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡെക്സ് ആപ്പിനകത്തൂടെ മറ്റ് കമ്പനികളും മറ്റ് ആൾക്കാരും അവരുടെ കറൻസികൾ വാങ്ങിക്കാൻ തുടങ്ങും. അതിനകത്ത് നമ്മളുടെ ഗെയിമുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഡെക്സ് പ്ലാറ്റ്ഫോമിന്റെ മൂല്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളോട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ഇതിനോടിടയ്ക്ക് തന്നെ അടുത്തൊരു കാര്യം കൂടി നമ്മൾ അനൗൺസ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളുടെ ടെസ്വേഴ്സ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ വേൾഡ് ആണ്. ഈ വെർച്വൽ വേൾഡിൽ നമുക്ക് സ്ഥലങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്രയുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ സബ്വേ സർഫർ എന്ന് കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ടെമ്പിൾ റൺ എന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഈ ടെമ്പിൾ റണ്ണിനകത്ത് നമ്മൾ കാണുന്നു റോഡിൽ നമ്മൾ ഓടുക, ചാടുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയ ഗെയിമാണ്. ഇതുപോലെ ടെസ്റ്റ് റൺ എന്ന് പറയുന്ന നമ്മുടെ 3D ഗെയിം ഉടനെ തന്നെ വരുന്ന 60 മുതൽ 90 ദിവസത്തിനകത്ത് വരികയാണ്. അവിടെ നമ്മളുടെ ടെസ്വേഴ്സിലെ സ്ഥലങ്ങൾ ആൾക്കാർക്ക് പരിചയമാകാൻ വേണ്ടി ആ വഴികളിലൂടെ ആയിരിക്കാം അത് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഇനിഷ്യൽ ഗെയിമിംഗ് ഡോക്യുമെന്റ് എല്ലാം നിങ്ങൾ റെഡിയാണ്. സോ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ടെസ്റ്റിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോം
2026 സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും വരും അതിന്റെ ബീറ്റ ലോഞ്ച്. അതിനുശേഷം 2027 ജനുവരി ആകുമ്പോഴത്തേക്കും ഫുൾ ലോഞ്ച് കിട്ടും. മെറ്റാവേഴ്സിന്റെ വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോം 2027 ഏപ്രിലിൽ നടക്കും. നമുക്കറിയാം ഇതിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് പറയാം, പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. നിങ്ങളുടെ കൂടെ അവസാനം വന്ന ആൾക്കും 100 വന്നു 200 എത്തുന്നത് വരെ ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് അടുത്ത ലെവലിലായിരിക്കും. അവിടെയാണ് നമ്മൾ പിച്ച് ചെയ്തത്. ലോകത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു. അതിനെ പറയുന്നതാണ് എക്സിറ്റ് പ്ലാൻ. എങ്ങനെയാണ് ഇത് ഓരോന്നും ലാഭകരമാക്കി ഒരു പ്രോജക്റ്റിലൂടെ ഈ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഈ ഈവൻ 200% കൊടുക്കുന്ന ഇൻകം നമുക്ക് എന്ത് ചെയ്യാം, സക്സസ്ഫുള്ളി കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം പ്രോജക്റ്റ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും 2030 ജനുവരി ആകുമ്പോഴത്തേക്കും 5ഓളം വരുന്ന ടോപ്പ് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് 10 പൈസ മാത്രമുള്ള നമ്മുടെ കറൻസിയുടെ വില നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്ക്. ധൈര്യമായിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം പറയാൻ വയ്യേ? നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തതയോടുകൂടി ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവരുടെ മുന്നിൽ കൊണ്ട് തുറന്നു വെച്ച് testfirst.com കാണിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ വലിപ്പമാണ് അതെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നമുക്കറിയാം നമ്മളുടെ റിവാർഡ്സ് ആൻഡ് അവാർഡ് സെഷനോട് പറഞ്ഞുകൊണ്ട് ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അത് പറയാനുള്ള കാരണമുണ്ട്. സിൽവർ റാങ്കിൽ $100, പേൾ 200 വൺ ടൈം ആണ്, സഫയറിൽ 300, പ്ലാറ്റിനത്തിൽ ഒരു 1,00,000 രൂപയുള്ള കാർ ഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗോൾഡിലും ഡയമണ്ടിലും നമ്മുടെ സാലറി ഉണ്ട്. ഇതിനോട് അപ്പുറത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഡോൺ പിന്നിൽ എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം 5 സീരീസ് BMW along with 1% ഓഫ് ദ ഗ്ലോബൽ ടേൺ ഓവർ നമുക്ക് കിട്ടും. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കമാൻഡർ പിന്നുണ്ട്. ഇതൊക്കെ പണ്ടൊക്കെ ഡയമണ്ട് എത്തുമെന്ന് ആൾക്കാർ ചോദിച്ചിരുന്നു. ഇപ്പൊ ഇതൊക്കെ എത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഓൾറെഡി എത്താറായി നമ്മുടെ ലീഡേഴ്സ്. അത് നമുക്ക് മനസ്സിലാക്കാം. കമാൻഡർ പിൻ 7 സീരീസ് BMW 1% നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ പെർസെൻറ്റേജും ആണ് അവർക്ക്. ആൻഡ് ഓൾസോ കിങ് അല്ലെങ്കിൽ ക്വീൻ പിന്നിൽ എത്തുമ്പോഴത്തേക്കും ദേ വിൽ ഗെറ്റ് എ മെർസിഡീസ് ബെൻസ് G-Wagon. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനോടൊപ്പം ഈ ഒരു വർഷമൊക്കെ നമ്മളുടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു എമിറേറ്റ്സ് കാർഡ് കൊടുക്കും. ആ എമിറേറ്റ്സ് കാർഡ് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു റാങ്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വണ്ടർഫുൾ ആയ നമ്മളെല്ലാവരും കേട്ട് സന്തോഷിച്ച് ഒരുപക്ഷെ കാണാൻ ഗോചരിക്കുന്ന സ്ഥലത്ത് ബുർജ് ഖലീഫയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു പെയ്ഡ് ഫ്ലാറ്റ് എംപറർ പ്ലാൻ അടിച്ചിരിക്കുന്ന ആൾക്ക് അവരുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. പറയാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എത്രമാത്രം വലിയ പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. 5 വർഷത്തെ പ്ലാൻ ഇട്ടുകൊണ്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളെക്കാൾ കൂടുതൽ ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധൈര്യമായിട്ട് എല്ലാവരോടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. നമ്മളുടെ പറഞ്ഞിരിക്കുന്ന കമ്മിറ്റ്മെന്റ് നമ്മൾ 100% പാലിക്കുമെന്നുള്ള ഒരൊറ്റ ഉറപ്പ് മാത്രം നിങ്ങൾ ധൈര്യമായി കൊടുക്കുക. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ അവരിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അതിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അതിഭയങ്കരമായിരിക്കും. 30 മുതൽ 60 ദിവസത്തിനകത്ത് നമ്മുടെ ഡെക്സ് ആപ്പ് ലോഞ്ച് ആവും. 90 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ടെസ്റ്റ് റണ്ടർ എന്ന് പറയുന്ന നമ്മുടെ 3D ഗെയിം കൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോജക്റ്റിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും എത്തിയിട്ടുണ്ടാവും. അത് മാത്രം മതി. ദാറ്റ്സ് അവർ എക്സിറ്റ് പ്ലാൻ. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ധൈര്യമായി പറഞ്ഞോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ഡ്രീംസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഡ്രീംസ് എല്ലാം സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വണ്ടർഫുൾ പാർട്ടിസിപ്പേഷൻ നമ്മുടെ എല്ലാവരുടെയും തീർച്ചയായിട്ടും വലിയ ഒരു കപ്പാസിറ്റി കൊണ്ട് ഉണ്ടായതാണ്. അത് ഒരു കാരണവശാലും ഇനി നമ്മൾ ഇറക്കാൻ സാധിക്കുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം 300 അല്ല 400 അല്ല 500 ടച്ച് ചെയ്യിക്കും എന്നുള്ള കോൺഫിഡൻസ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.